എന്ന് വെച്ചാൽ വികസനങ്ങൾ എല്ലാവരും വികസനത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ ഈ വികസനം കൊണ്ട് നമ്മൾ എന്താണ് നേടിയത്? ശരിക്കും നേരത്തെ നമ്മൾ റോഡിൽ നടക്കുമ്പോൾ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോകാം, വേറെ വിഷയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡുകളിൽ മരങ്ങളുണ്ട്. ആ മരത്തിൽ നിന്നുള്ള കാറ്റുകൾ, ഇളം കാറ്റുകൾ എപ്പോഴും നമ്മളിങ്ങനെ നടന്ന് റോഡേ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോകാം, തുള്ളി വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരു വിഷയമില്ല. അത്തരത്തിലുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് വന്നതെന്ന് പറഞ്ഞാൽ 2 വരി പാത വന്നു, 3 വരി വന്നു, 4 വരി വന്നു. ഇപ്പൊ എന്താ പറയുന്നത്? ഒരു റോഡെന്ന് വെച്ചാൽ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല. ആ ഒരു അവസ്ഥയാണ്. കാരണം അത് കാരണം ചൂടും കൂടുതലാണ്. ഈ ചൂടടിക്കുമ്പോൾ, മോളിൽ നിന്നുള്ള വെയിലടിക്കുമ്പോൾ ഈ തറയിൽ കിടക്കുന്ന ഈ സിമെന്റുകളെല്ലാം ചൂട് പിടിച്ച്, താറൊക്കെ ചൂട് പിടിച്ച് അതിൽ നിന്നുള്ള ആ ഒരു ചൂട് മേലോട്ട് വന്നിട്ട് മൊത്തത്തിൽ ചൂട് കാരണം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് മാത്രമല്ല, ഈ തറയിൽ കൂടി 3-4 വരി പാത കൂടാതെ തന്നെ മണ്ടേ കൂടെ കെട്ടിപ്പൊക്കിക്കൊണ്ട് പോവുകയാണ്. വീണ്ടും മോളിൽ കൂടെ വാഹനം പോകത്തക്ക രീതിയിൽ കൂടി. അപ്പൊ ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വികസനം ഇതല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന വികസനം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഏറ്റവും വലിയ വികസനം എന്ന് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ തോന്നുന്നത്.